ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ എന്താണ്, നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, ഓക്കെ, മറ്റുള്ളവരോട് എന്താണ് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് പറയുന്നത്, ഓക്കെ. അത് ചിലപ്പോൾ ഗോസിപ്പ് ആവാം, നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പയൽ, സെക്കൻഡ് പയൽ ആൻഡ് തേർഡ് പയൽ. ഇൻറ്റ്യൂട്ടീവ്ലി ഒരെണ്ണം ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പയൽ റീഡിങ്ങിലേക്ക് പോവാം. പയൽ നമ്പർ 1. പയൽ നമ്പർ 1നെ പറ്റി എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം എന്താണ്, ദെൻ അവരെന്താണ് മറ്റുള്ളവരോട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളെപ്പറ്റി ആരെന്ത് പറഞ്ഞാലും ആക്ച്വലി പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? നമ്മളെന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് അവരുടെ അഭിപ്രായം എന്നറിയാൻ താല്പര്യമുള്ളവർ കാണുക. ഓക്കെ, പയൽ നമ്പർ 1. ഓക്കെ, ഹയർഫൻറ്റ് കാർഡാണ് ആദ്യം വന്നത്. മീൻസ് നിങ്ങളെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ വളരെ റിലീജിയസ് ആണ്. മതപരമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതിലൊക്കെ വളരെ ചിട്ടനിഷ്ഠകളൊക്കെ ഉള്ള ആളാണ്. വളരെ എന്താ പറയുക, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ ചിലപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോയിട്ടുള്ളവരായിരിക്കാം. ലേണിംഗ് പ്രോസസ്സിനോടെ പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം. ഓക്കെ, ഒരുപാട് വിദ്യാഭ്യാസം നേടണം എന്നുള്ള ഒരു ഔട്ട്ലുക്ക്. ഇത് മോശമായിട്ടുള്ളൊരു അഭിപ്രായമല്ല. ദെൻ ഹയർഫൻറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ റിലീജിയനെ കൂടി കാണിക്കുന്ന കാർഡായതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലീജിയസ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. നിങ്ങൾ 2 റിലീജിയനിൽ പെട്ടവരായിരിക്കാം, 2 കമ്മ്യൂണിറ്റിയിൽ പെട്ടവരോ 2 കാസ്റ്റിൽ പെട്ടവരോ, അങ്ങനെ ഒരു റിലീജിയസ് ഡിഫറൻസസ് ഇവിടെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്ത്, അതായത് നിങ്ങൾ റൂൾസൊന്നും, നിയമങ്ങൾ തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണോ ഈ സമൂഹം, മെജോറിറ്റി എന്താണോ പറയുന്നത്, സമൂഹം എന്താ പലതും പറയും, മെജോറിറ്റി എന്താണോ പറയുന്നത് അത് ഫോളോ ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു ആശയമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനെയാണ് നിങ്ങളെപ്പറ്റി. നിങ്ങളങ്ങനെ ആവാം, ആവാതിരിക്കാം. ഓക്കെ, പക്ഷേ ഈ വ്യക്തിയുടെ അഭിപ്രായം അങ്ങനെയാണ്, നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം. ചിലപ്പോൾ നിങ്ങളൊരു ഒരു അതോറിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം, ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. ഓക്കെ, ഇവിടെ മറ്റുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്ന് അഡ്വൈസ് ചോദിക്കുന്നുണ്ട്. അതായത് മേ ബി ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലൈഫ് അഡ്വൈസസ് ഒക്കെ കൊടുക്കാൻ, ഒരു ലൈഫ് ഗൈഡൻസ് കൊടുക്കാൻ ഉള്ള അറിവും ജ്ഞാനവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഓക്കെ, ഈ പേഴ്സൺ അങ്ങനെയാണ് കരുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മോശം ഇംപ്രഷൻ ഒന്നുമല്ല, നിങ്ങളെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഓക്കെ, നോക്കാം. ഇനി ആദ്യം വന്ന കാർഡ് ഇതായതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ബാക്കി ഇനി എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. എന്താണ് അഭിപ്രായങ്ങൾ, എന്താണ് ഈ വ്യക്തിയുടെ അഭിപ്രായം, പയൽ നമ്പർ 1നെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്. അപ്പം നിങ്ങൾ റൂൾസ് ഒന്നും തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള ചിന്താഗതി ഉള്ളവരാണ്, അൺകൺവെൻഷനൽ ആയിട്ടുള്ള കാര്യങ്ങളോട് എതിർപ്പുള്ളവരാണ്. ഫോർ ഓഫ് കപ്സ് ആണ് വന്നത്. ഓക്കെ, മീൻസ് നിങ്ങൾ വളരെ ചൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു കപ്സ് ആകുമ്പോൾ ഇമോഷണൽ കാര്യങ്ങളാണ്. അതായത്
ഇപ്പോൾ ഇമോഷണലി ആയിട്ടുള്ള നമുക്ക് റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പ്രപ്പോസൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന് വെച്ചോ, നിങ്ങളതിനെ റിജക്റ്റ് ചെയ്യും എന്നൊക്കെയുള്ളൊരു അഭിപ്രായമുണ്ട് ഈ വ്യക്തിക്ക്. അതായത് വളരെ ചൂസിയാണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും വളരെ പിക്കിയാണ്. ഓക്കെ, റിലേഷൻഷിപ്സിൻ്റെ കാര്യം മാത്രം ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഓക്കെ, നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങൾ വളരെ ചൂസ് ചെയ്ത് കഴിക്കുന്നവരാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കാം. രണ്ട് കാർഡൂടെ നോക്കി വായിക്കുമ്പോൾ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കാം. പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വളരെ പിക്കിയാണ്. ആരെയും അങ്ങനെ പെട്ടെന്ന് അടുക്കുകയോ അങ്ങനെ വലിയ അടുപ്പം കാണിക്കാനൊന്നും പോവാത്ത ഒരാൾക്കാരെ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ 4 ഓഫ് കപ്സും കൂടി കൂട്ടി വായിക്കുമ്പോൾ പിക്ചർ കുറച്ചുകൂടെ ക്ലിയർ ആണ്. മീൻസ് അതായത് പൊതുവേ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ ഒക്കെ നിങ്ങൾ കുറച്ചൊരു ഇൻട്രോവേർട്ടഡ് ആയൊരു വ്യക്തിയായിരിക്കും, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണ് ഈ പേഴ്സൻ്റെ ചിന്ത. നിങ്ങളധികം അങ്ങനെ എക്സ്പ്രസീവ് അല്ല, നിങ്ങളധികം അങ്ങനെ ഇമോഷൻസ് തുറന്ന് കാണിക്കില്ല. കുറച്ചൊരു ഇൻട്രോവേർട്ടഡായ, സെക്ലൂഡായ, ഐസൊലേറ്റഡായ, ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ദെൻ എന്താണ് അഗെയിൻ എന്താണ് ഈ പേഴ്സൺ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? എന്താണ് അവരുടെ അഭിപ്രായം? ചിന്തയല്ല, എന്താണ് അവരുടെ അഭിപ്രായം? എന്താണ് ബേസിക് അഭിപ്രായം? എന്താണ്? ഓക്കെ, ഒരു കാർഡ് തരൂ. ബേസിക് അഭിപ്രായം എന്താണ്? ദ ലവേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ ലവേഴ്സ് കാർഡ്. ഓക്കെ, ലവേഴ്സ് കാർഡ് സിംഗിളി നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് പറയാം ഒരുപാട് സ്നേഹമുള്ള, യെസ്, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ കണ്ടീഷൻസ് ഒന്നും വെക്കില്ല. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വളരെ സ്നേഹിക്കാനൊരു മനസ്സൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ എന്താ, ഒരുപാട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല, ഒരുപാട് അങ്ങനെ തുറന്നു പറയില്ല, ഇഷ്ടമല്ലാത്ത തുറന്നു പറയില്ല. സമൂഹത്തിൻ്റെ ഒരു സൊസൈറ്റിയുടെ നോംസൊക്കെ പേടിച്ചിട്ട് നിങ്ങൾ പറയാത്തതുപോലെയും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത്, അതായത് ഫാമിലിയുടെ പ്രഷർ കൊണ്ടോ സൊസൈറ്റിയുടെ പ്രഷർ കൊണ്ടോ ഒന്നും സ്നേഹം, ലവ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ അധികം എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണെന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വ്യക്തി അങ്ങനെയാണ്, നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ഓക്കെ, ഇനി എന്താണ് ഈ പേഴ്സൺ മറ്റുള്ളവരോട് എന്താണ് നിങ്ങളെപ്പറ്റി പറയുന്നത്? എനിക്ക് അതിനും കൂടി ഒരു 3 കാർഡ് എടുത്തിട്ട് നമുക്ക് റീഡിങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരോട് എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്? പൈൽ നമ്പർ 1 പറ്റി ഈ പേഴ്സൺ മറ്റുള്ളവരോട് എന്താണ് പറയുന്നത്? ഗോസിപ്പ് ചെയ്യുവാണോ, അതോ നല്ല അഭിപ്രായമാണോ പറയുന്നത്? എന്താണ് മറ്റുള്ളവരോട് പറയുന്നത്? Eight of Pentacles, Page of Pentacles. ഓക്കെ, ലവേഴ്സ് കാർഡ് വന്നു, 9 of Cups വന്നു. ഓക്കെ, നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആയൊരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുന്നവരായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. മണിക്ക്, അതായത് പൈസയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്.
കരിയറിൽ വളരെ ഫോക്കസ്ഡ് ആണ്, വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് ഈ പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്. അങ്ങനെ മോശം അഭിപ്രായമൊന്നും അല്ല കേട്ടോ. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ലവേഴ്സ് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. മീൻസ് നിങ്ങൾ വളരെ സ്നേഹമുള്ള ഒരാളാണെന്നാണ് ഈ വ്യക്തി മറ്റുള്ളവരോട് പറയുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വളരെ ഫുൾഫിൽഡ് ആയ ഒരു വ്യക്തിയാണ്. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ വളരെ നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷ് ചെയ്താൽ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിത്തരാൻ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് മറ്റുള്ളവരോട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടിത്തരാൻ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. റിയാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കാം. ഈ പേഴ്സൺ അങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുന്നത്. നിങ്ങൾ ജോലിയിൽ വളരെ ഫോക്കസ്ഡ് ആണ്, വർക്കഹോളിക്കാണ്, പണം ഉണ്ടാക്കാനുള്ള ഒരു 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 ത്വരയുള്ള ആൾക്കാരാണ്, സ്നേഹമുള്ളവരാണ്. അറ്റ് ദ സെയിം ടൈം പക്ഷേ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, സിംഗിളായിട്ടൊക്കെ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിട്ടാണ് ഈ പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്. ഓക്കെ, ഇനി ഇത് വേറൊരു കോണ്ടെക്സ്റ്റിലും പറയാം. അതായത് ഒന്നുകിൽ ഈ പേഴ്സണ് നിങ്ങളോട് ഒരു ലവ് റിലേഷൻഷിപ്പ് വെക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. ഓക്കെ, അത് ഈ പേഴ്സൺ അധികം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതാണ് രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഈ ഒരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവാം, അവരുടെ ഫ്രണ്ട്സിനോടോ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള ഒരു ടോക്ക് എവിടെയാണോ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അവിടെ. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിളായിട്ടിരിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം റിയാലിറ്റിയിൽ എന്താണ് നിങ്ങൾ എന്ന്. എനിക്കൊരു കാർഡ് ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടിയിട്ട്, എന്താണ് നിങ്ങൾ ആക്ച്വലി എന്താണ്, ഈ പറഞ്ഞതുപോലെയൊക്കെയാണോ? ഫയൽ നമ്പർ 1 എന്താണ്? ഓക്കെ, അതായത് കുറച്ചൊരു ഇമോഷൻസ് അധികം എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് കുറച്ച് ശരിയാണ്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ തന്നെ വെക്കുന്ന ഒരാളാണ്, കുറച്ച് പൊസസീവാണ്. പൈസ ഒന്നും അധികം ഇങ്ങനെ എന്താ പറയുക, ഒത്തിരി അങ്ങനെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. വളരെ എന്താ പറയുക, കരിയറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, പൈസയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങൾ. അതാണ് നിങ്ങളുടെ ഒരു റിയാലിറ്റി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റീഡിങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഫയൽ നമ്പർ 1 നെക്സ്റ്റ് ഫയലിലേക്ക് പോവാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വന്നത്. ഫയൽ നമ്പർ 2 റീഡിങ് നോക്കാം. ഫയൽ നമ്പർ 2. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവരെ പറ്റി എന്താണ് ഈ പേഴ്സൻ്റെ ബേസിക് അഭിപ്രായം എന്താണ് എന്ന് ആദ്യം നമുക്ക് ഒരു 3 കാർഡ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, എഗെയിൻ വരികയാണ്, എടുക്കാം കേട്ടോ. ഒരു കാർഡ് മറിഞ്ഞ് കിടക്കുന്നുണ്ട്.
നമ്പർ 2 പറ്റി എന്താണ് ഈ പേഴ്സൻ്റെ അഭിപ്രായം? ക്വീൻ ഓഫ് സോർഡ്സ്. ക്വീൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കോൾഡ് ബിഹേവിയർ ആണെന്നാണ് ഈ പേഴ്സൻ്റെ അഭിപ്രായം. അതായത് നിങ്ങളധികം എന്താ പറയുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കഠിനമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരാളാണ്. ഡിസിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഏത് ഒരു സിറ്റുവേഷൻ ആണെങ്കിലും, അപ്പോൾ അതൊരു സ്ട്രെസ്ഫുള്ളായൊരു സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ്. ഒരു പവറുള്ള ഒരു വ്യക്തിയാണ്. അതായത് വാക്കുകളുടെ പവർ എന്ന് പറയും. ഒരു ഷാർപ്പ് ടങ്കുള്ള ഒരു വ്യക്തിയാണ്. മൂർച്ചയുള്ള നാക്ക് ഉള്ള ഒരാളാണ്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ മുഖത്ത് നോക്കി പറയാൻ ഒരു പേടിയില്ലാത്ത ഒരു വ്യക്തി. ഒരു പേഴ്സണെ കട്ട് ചെയ്യണം, അതായത് കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ലിറ്ററലി കട്ട് ചെയ്യാന്നല്ല, അതായത് ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തോന്നിയാൽ അതിനൊന്നും ഒരു മടിയില്ലാത്തൊരു വ്യക്തിയാണ്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ പേടിയില്ലാത്ത ഒരാളാണ്. എന്തിനേയും ധൈര്യപൂർവ്വം നേരിടുന്ന ഒരു വ്യക്തിയാണ്. റിലേഷൻഷിപ്പിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കാണുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ഒറ്റയ്ക്ക് ജീവിക്കാനാണ് ഇഷ്ടം എന്നുള്ളൊരു അഭിപ്രായം. ഓക്കെ, അതായത് കട്ട്റോട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള, അതായത് ഇപ്പം കാര്യങ്ങൾ വളച്ചൊടിച്ച് നമ്മൾ പറയില്ലേ വളഞ്ഞ മൂക്കിൽ തൊടുക, അങ്ങനത്തെ ഒരു സ്വഭാവമല്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സ്ട്രെയിറ്റ് ടു ദ പോയിൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ. ഓക്കെ, ഇനി എന്താണ് അഭിപ്രായം? 2 കാർഡൂടെ വേണമല്ലോ. ദ മൂൺ കാർഡ്. മൂൺ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സീക്രട്ടീവ് സൈഡുണ്ട്. ഉണ്ടോ? കുറച്ചൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് ഈ പേഴ്സൻ്റെ അഭിപ്രായം. നിങ്ങൾ വളരെ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന ഒരാളാണ്. ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നല്ലതായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു ദുഃഖ അവസ്ഥയിലായിരിക്കാം. പെട്ടെന്ന് മൂഡ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കുറച്ച് സീക്രട്ടീവായൊരു സൈഡുണ്ട്. നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ വളരെ അറ്റാച്ച്ഡ് ആണ്. നിങ്ങളെ കാണാൻ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെ റിസംബ്ലൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ വളരെ പവർഫുള്ളാണ്. ഇപ്പോൾ സൺ കാർഡാണ് വന്നതെങ്കിലും മൂൺ കാർഡാണെങ്കിലും ഇതൊക്കെ ഒരു അതോറിറ്റി, ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന പോലത്തെ ഒരു കാർഡ്സാണ്. ക്വീൻ ഓഫ് സോർഡ്സും വന്നതും ഒരു അതോറിറ്റി ഫിഗർ പോലെയാണ്. ഓക്കെ, ഇപ്പം റിയൽ ലൈഫിൽ നിങ്ങളൊരു അതോറിറ്റി ഫിഗർ ആണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളെ അങ്ങനെയാണ്, നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് വരാനൊക്കെയുള്ള പ്രാപ്തിയുള്ള ആൾക്കാരാണ് നിങ്ങൾ. ലൈറ്റാണ് മൂൺ എന്ന് പറഞ്ഞാൽ, ലൈറ്റാണ്, സണ്ണും ലൈറ്റാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിലൊക്കെ ഒരു വെളിച്ചം പകരാനുള്ള ഒരു ശേഷിയുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ഇമോഷണലി കുറച്ച് എന്താ പറയുക, ഇമോഷണലി നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും ലൈഫിൽ അതിനെയെല്ലാം ഫോർവേഡ് മൂവ്മെൻറ്റിലൂടെ നിങ്ങളുടെ ആ ഒരു പുതിയ കാൽവെപ്പുകളിലൂടെ നിങ്ങൾക്ക് അതിനെ നേരിടാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ കുറച്ച് സീക്രട്ടീവാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ്, ദേഷ്യക്കാരാണെന്നാണ് ഈ പേഴ്സൻ്റെ അഭിപ്രായം. അഗെയിൻ ഗുസ്സ 2 കാർഡ് വന്നു. എംപറർ കാർഡും വന്നു, 10 ഓഫ് കപ്സും വന്നു.
എംപറർ കാർഡ് എന്ന് പറയുമ്പോഴും നിങ്ങൾ വളരെ എന്താ പറയുക, ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു നിലയ്ക്കാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഓക്കെ, വളരെ സ്ട്രിക്റ്റായിട്ടും സ്റ്റേണായിട്ടും നിൽക്കുന്ന ഒരു വ്യക്തി. അതുപോലെ കുറച്ച് ഈഗോയൊക്കെ ഉള്ള ഒരാളായിട്ടാണ് നിങ്ങൾ ഈ പേഴ്സൺ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഫാമിലി ലൈഫിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. വളരെ ട്രഡീഷണലായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള, ഫാമിലി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിനോടൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഈ പേഴ്സൺ കാണുന്നത്. പക്ഷേ ഇമോഷൻസ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്? അഗെയിൻ എംപറർ കാർഡൊക്കെ വന്നു, നമുക്ക് നോക്കാം. എംപറർ കാർഡ് തന്നെ വീണു. ഫോർ ഓഫ് കപ്സ്, സെവൻ ഓഫ് കപ്സ്, the sun. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന, വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളുള്ള ഒരാളാണ്. ഒരുപാട് ബിസിയാണ്, പല പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണ്. ഒന്നിനും സമയമില്ലാത്ത ഒരാളായിട്ടാണ് നിങ്ങളെപ്പറ്റി ഈ പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്. ഓക്കെ, അതായത് അതല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോട്, നിങ്ങളുടെ ഫാദർ ഫിഗറിനോട് നിങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നിങ്ങളെടുക്കുന്ന എല്ലാ ഡിസിഷൻസിലും നിങ്ങളുടെ ഫാദറിന് ഒരു വലിയ റോളുണ്ടെന്ന് ഈ പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത്. ഓക്കെ, ഓരോ ചോയ്സസിനും, നിങ്ങളെടുക്കുന്ന ഓരോ ചോയ്സിനും നിങ്ങളുടെ ഫാദറിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എംപറർ കാർഡും സൺ കാർഡും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങളൊരു വലിയൊരു അതോറിറ്റിയിലിരിക്കുന്ന ഒരാളായിട്ടാണ് ഈ പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നതും നിങ്ങളെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. മേ ബി നിങ്ങളൊരു ഹയർ, അതായത് ഗവൺമെൻറ്റിലോ മറ്റോ വളരെ ഒരു നല്ല പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളോ മറ്റോ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ആവാനുള്ള ഒരു പ്രാപ്തി നിങ്ങളിലുണ്ട്, ഒരു ടാലൻ്റ് ഉള്ള വ്യക്തിയാണ്. സൺ കാർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്, ബിസിനസ്, ഫാദർ ഫിഗേഴ്സ്, അതോറിറ്റി, ഫെയിം ഒക്കെ കാണിക്കുന്ന കാർഡാണ്. സോ ആ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത്. ഒരുപാട് എന്താ പറയുക, നിങ്ങൾ വളരെ, ഇത് പൈൽ നമ്പർ 1 നല്ല സാമ്യമുണ്ട്, ഈ ഒരു പൈൽ നമ്പർ 2. ഓക്കെ, നമ്മളെല്ലാവരും ഒരേ സോൾ ഫാമിലിയിൽ പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്തതും. ഓക്കെ, നമ്മളെല്ലാവരും ഒരേ സോൾ ഫാമിലിയിൽ നിന്നുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ വളരെ ചൂസിയാണ്. പൈൽ നമ്പർ 1 ഇത് കണ്ടതാണ്. വളരെ പിക്കിയാണ് നിങ്ങൾ. ഒരു എന്ത് ഡിസിഷൻ എടുക്കുന്നതിലും വളരെ ആലോചിച്ച് ചിന്തിച്ച്, വളരെ എന്താ പറയുക, പെട്ടെന്നൊരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളല്ല. എല്ലാത്തിലും അതിൽ ആലോചിച്ച് ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന വളരെ പോസിറ്റീവായൊരു വ്യക്തിയാണെന്നാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിയാലിറ്റിയിൽ നിങ്ങൾ എന്താണ്? ഒരു കാർഡ് എടുക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്.
നിങ്ങൾ കുറച്ച് ബിസിനസ് മൈൻഡഡ് ആയ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ചെയ്യുന്ന ഒരു ആളായിരിക്കാം. ഓക്കെ, സ്വന്തമായി ബിസിനസ് നടത്തുന്ന ഒരാളോ പൈസയോട് വളരെ എന്താ പറയുക, പണമുണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത. ഇത് പൈൽ നമ്പർ 1 ഭയങ്കര സിമിലാരിറ്റി ഉള്ള റീഡിങ്ങാണ് പൈൽ നമ്പർ 2 വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പൈൽ നമ്പർ 1 കൂടി ചൂസ് ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനെ ബിസിനസ് ഓറിയൻറ്റഡ് ആയൊരു വ്യക്തി. അപ്പോൾ എംപറർ കാർഡ് ഇവിടെ വന്നത് നിങ്ങൾ ബിസിനസ് മൈൻഡഡ് ആണ്, മണി മൈൻഡഡ് ആണെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം ഈ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2 റീഡിങ്. അപ്പം ഞാൻ ഈ റീഡിങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പൈൽ നമ്പർ 2 നമുക്ക് നെക്സ്റ്റ് പൈലിലേക്ക് പോവാം. പൈൽ നമ്പർ 3 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് അടുത്തത്. അപ്പോൾ എന്താണ് ഈ പേഴ്സൺ നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? Ten of Cups. വൗ, നിങ്ങൾ വളരെ 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 ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആയൊരു പേഴ്സൺ ആണെന്നാണ് ഈ പേഴ്സൻ്റെ അഭിപ്രായം. ബേസിക്കലി നിങ്ങൾ വളരെ സ്നേഹമുള്ള ഒരാളാണ്. ഇമോഷൻസിനൊക്കെ എന്താ പറയുക, സ്നേഹം കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. നല്ലൊരു ഫാമിലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പാർട്ട്ണർ വേണം ലൈഫിൽ എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഓക്കെ, നിങ്ങളൊരു റിലേഷൻഷിപ്പ് എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നാണ് ഈ പേഴ്സൻ്റെ ഒരു ചിന്ത, അഭിപ്രായം. റിലേഷൻഷിപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിപ്പോൾ ഒരു ലവർ എന്നുള്ള രീതിയിലാണേലും ഒരു ഫാമിലി ലൈഫ് എന്നുള്ള രീതിയിലാണേലും റിലേഷൻഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട് നിങ്ങൾ. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് വേണം, അതില്ലെങ്കിൽ അതൊരു കുറവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നാണ് ഈ പേഴ്സൻ്റെ അഭിപ്രായം. നോക്കാം ഇനി എന്താണ് പേഴ്സൻ്റെ അഭിപ്രായം. പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം? പൈൽ നമ്പർ 3. ഓ, 7 of Swords. നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആണെന്നാണ് ഈ പേഴ്സൻ്റെ വേറൊരു അഭിപ്രായം. ഒരു സെൽഫിഷ്നെസ്, ഒരു സോർട്ട് ഓഫ് സെൽഫിഷ്നെസ് നിങ്ങളിലുണ്ട്, സ്വാർത്ഥതയുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ചീറ്റ് ചെയ്തതായിട്ടോ അങ്ങനെ എന്തൊക്കെയോ ആണ്. ഈ പേഴ്സൺ എന്തൊക്കെയോ മോശം അഭിപ്രായങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ച്. നോക്കാം എന്താണ് ഈ 7 of Swords കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Wheel of Fortune. ഓക്കെ, ഒരു കാർഡ് കൂടെ എടുത്തോട്ടെ. ജഡ്ജ്മെൻറ്റ്. ഓക്കെ, ഇവിടെ കുറച്ച് കേസ്, കോടതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പേഴ്സണെ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള ഒരു എന്താ പറയുക, കാരണം ഇത് പ്യുവർലി ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുന്നത് ഫാമിലി ബ്രേക്ക് ചെയ്തു, കാരണം ഇവിടെ ഒരു ഡിവോഴ്സ്, അതായത് കുട്ടികളൊക്കെ ഇൻവോൾവ് ആണ്. നിങ്ങൾ ചിലപ്പോൾ സിംഗിൾ പാരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ സിംഗിൾ പാരൻ്റ് ആയിരിക്കാം.
അപ്പോൾ ഇവിടെ ഒരു ഫാമിലിപരമായ കാര്യങ്ങളാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ജഡ്ജ്മെൻറ്റ് കാർഡൊക്കെ ഉണ്ടായതുകൊണ്ട് അത് തന്നെ ക്ലിയറാണ്. അതായത് കാലത്തിൻ്റെ ഏതോ ഒരു സമയത്ത് നിങ്ങൾ ഒന്നിച്ചു. ഓക്കെ, ഫാമിലിയായിട്ട് തന്നെ ഒന്നിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്ത തീരുമാനമായിരിക്കാം നിങ്ങൾ ഒന്നിക്കുക എന്നുള്ളത്. അത് പക്ഷേ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ഒരു പോയിന്റിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്നു. ഓക്കെ, ഇപ്പോൾ സെപ്പറേറ്റഡ് ആയ ഒരു എനർജിയാണ്. ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. സംഹൗ ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ ഉണ്ട്. സെപ്പറേഷനും കാണുന്നു. ഡിവോഴ്സ് കേസസ്, കോടതികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ. മറ്റുള്ളവരോട് എന്താ പറയുന്നത്? ഇപ്പം നല്ലതാവണോ അറിയില്ല, മോശമാണോ? പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തതാണോ? എന്താണ് മറ്റുള്ളവരോട് ഈ പേഴ്സൺ നിങ്ങളെ പറ്റി പറയുന്നത്? പേഴ്സൺ പറയുന്നു മറ്റുള്ളവരോട് എന്താ പറയുക? Nine of Cups. Hierophant. മറ്റുള്ളവരോട് എന്താ പറയുന്നത്? Eight of Swords. Hermit. ഓക്കെ, ഈ പേഴ്സൺ പറയുന്നത് ഇത് വല്ലാത്തൊരു ഗോസിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് നിങ്ങൾ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് ഇപ്പം ജീവിക്കുകയാണ്. നിങ്ങൾ ആരോടും അങ്ങനെ അധികം കൂട്ടുകൂടാനും കമ്പനിക്കൊന്നും പോവില്ല. അധികം ഫ്രണ്ട്സൊന്നുമില്ല നിങ്ങൾക്ക്. നിങ്ങളിപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നൊക്കെയാണ് ഈ പേഴ്സൺ പറയുന്നത്. ശരിയാവാം, ആവാതിരിക്കാം. ഓക്കെ, ഇതിനകത്തെല്ലാം സിംഗിൾ പേഴ്സണാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ പറയുന്നത് നിങ്ങൾ വളരെ എന്താ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ ഒറ്റയ്ക്കാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ്. ഐസൊലേറ്റഡ് ആണ്. ഭയങ്കര ലോൺലി, സാഡ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒന്നുമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. മറ്റുള്ളവരോട് പറയുന്നത് അങ്ങനെയാണ്. ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയതായിരിക്കാം. റിയാലിറ്റിയിൽ എന്താണ് നോക്കട്ടെ. നിങ്ങളിങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുകയാണോ? എന്താണ് റിയാലിറ്റി? ഫയൽ നമ്പർ 3. ദുഃഖിച്ചിരിക്കുകയാണോ? ഫയൽ നമ്പർ 3 എന്താണ് ഇപ്പോൾ? 6 ഓഫ് കപ്സ്. നിങ്ങളെന്താ ദുഃഖിച്ചൊന്നും അല്ല ഇരിക്കുന്നത്. നിങ്ങൾ വളരെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഒരു സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോൾമേറ്റ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് തന്നെ ആവണം എന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടാവാം, നല്ലൊരു എന്താ പറയുക, ഒരു ബ്രദറിനെ പോലെ, ഒരു സിസ്റ്ററിനെ പോലെയൊക്കെ നിങ്ങളുടെ കൂടെ നിർത്താൻ പറ്റിയ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ പേഴ്സൺ എങ്ങനെയൊക്കെ ചിന്തിച്ചു, ആരെന്ത് ചിന്തിച്ചാൽ നമുക്ക് എന്താ അല്ലേ? പലരും പലതും ചിന്തിക്കും, പലതും പറയും. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങോടെ വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.